ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മുനാഫിക്ക് വിഷയം. അതിൽ ആ സ്ത്രീയെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടും അതേപോലെ മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ടും വീഡിയോകൾ ചെയ്യുന്നവർ ആദ്യം അവരെന്താണ് പറഞ്ഞത് എന്ന ആ വീഡിയോ ഒന്ന് കണ്ട് നമുക്ക് വരാം. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി എന്നും നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിപ്പോയ ഒരാളുണ്ടല്ലോ, അവരിപ്പോഴും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പണി പിടിച്ചിറക്കേണ്ടതില്ല, അവിടെ തന്നെ പുറത്തിറങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് ബാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്. കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ് മീസാങ്കലിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആശയപരമായി പല വ്യത്യാസങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും, പല ആദർശ വ്യത്യാസങ്ങളുണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഈക്കക്കാരുണ്ടാവും, എപിക്കാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാവും. സമസ്തയിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുണ്ടാവും. നേതാക്കന്മാർ ചിലപ്പോ വ്യത്യസ്തരായിരിക്കും. പക്ഷേ ഒരു തരത്തിലും ഒരു അവസ്ഥയിലും നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നമ്മളെങ്ങാനും ഭിന്നിച്ചു പോയാൽ പരാജയമായിരിക്കും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 3/4 നൂറ്റാണ്ടിന്റെ 75 വർഷത്തിന്റെ പരിശ്രമത്തിന്റെ അടയാളങ്ങളാണ്, ഫലങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ജീവിതം സാംസ്കാരികപരമായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊക്കെയും നമ്മൾ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ്. ഒന്നിച്ചു നിൽക്കാത്ത ഒരു വിഭാഗത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, ഏത് വലിയ നേതാവായാലും, ഏത് വലിയ പണ്ഡിതനായാലും, നമ്മുടെ ഇടയിൽ, ജനങ്ങൾക്കിടയിൽ, സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ തള്ളപ്പെടേണ്ടവരാണ്. കാരണം ഭിന്നിച്ച ഒരു സമുദായത്തിലേക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരായിക്കൊണ്ട്, വിശ്വാസമുള്ളവരായിക്കൊണ്ട്, അഭിമാനബോധമുള്ളവരായിക്കൊണ്ട്, സ്വത്വബോധമുള്ളവരായിക്കൊണ്ട് വരും തലമുറയിലേക്ക് ഇതേ ഇസ്സത്തോടുകൂടി ഈ ഹരിത പതാക കൈമാറ്റം ചെയ്യാനുള്ള ആർജവമുള്ള വനിതകളായിട്ട്, വനിതാരത്നങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞത് മുനാഫിക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള മുനാഫിക്ക്, അതായത് ഒരാൾ നിലപാടില്ലാതെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വൈകിട്ട് പറയാം, പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാം. നിലപാടില്ലാത്ത ആളുകൾക്ക് പറയുന്ന പേരാണ് മുനാഫിക്ക് എന്ന് അവർ അതിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മുസ്ലിങ്ങൾ ഒന്നിക്കണം, സമുദായം ഒന്നിക്കണം, അതായത് സുന്നികളും മുജാഹിദുകളും അല്ലാതെ ഇത്തരത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് സമുദായത്തെ ശക്തിപ്പെടുത്തണം എന്ന് പറയുന്നത് ഇത്ര മോശപ്പെട്ട കാര്യമാണോ?
BJP നേതാക്കന്മാർ ഇടക്കിടക്ക് ഇപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണനടക്കം ഗുരുവായൂരിൽ ഹിന്ദുക്കൾ ഒന്നിക്കണം, ഹിന്ദുക്കൾ ഒന്നിച്ചാലാണ് അവിടെ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ പലയിടത്തും പല BJP നേതാക്കന്മാരും പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇവർ പറയുന്നത്, സമുദായം ഒന്നിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരു വിഷയമില്ലാത്ത കാര്യവും ഇവർ പറയുമ്പോൾ ഒരു വളരെ മോശപ്പെട്ട കാര്യവുമായി എങ്ങനെ അതിനെ കാണാൻ കഴിയും? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.